ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എയർ ഇന്ത്യക്ക് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന എയർപോർട്ട് ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡ് അഥവാ എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അത് ഗ്രൗണ്ട് ഡ്യൂട്ടി ഉണ്ട്, അതുപോലെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ഒഴിവുകളും വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ 2 എയർപോർട്ടുകളിലേക്ക് വേണ്ടിയിട്ടാണ്, മുംബൈയിലേക്കും അതുപോലെ ഗോവയിലേക്കുമുള്ള എയർപോർട്ടുകളിലേക്ക് വേണ്ടിയിട്ട് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഇതിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. 10ാം ക്ലാസ് മിനിമം ക്വാളിഫിക്കേഷൻ 10th ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും എങ്ങനെയാണ്, എന്തെല്ലാം വേക്കൻസികളാണ് വരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. എയർപോർട്ടുകളിൽ ജോലി ആഗ്രഹിക്കുന്ന യുവതീവാക്കളുണ്ടെങ്കിൽ ഇപ്പോൾ എയർ ഇന്ത്യക്ക് കീഴിൽ എയർ ഇന്ത്യ എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് അഥവാ എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡ് കാർഗോ ഡിവിഷനാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്കിൻ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എത്തരത്തിലുള്ള വേക്കൻസികളാണ് വരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇതിലേക്ക് സ്റ്റേഷൻസ് മുംബൈ സ്റ്റേഷനിൽ വരുന്നത് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് 299 വേക്കൻസി ഉണ്ട്. 15/10/2022 16/10/2022 ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. വെന്യൂ സിസ്റ്റം ആൻഡ് ട്രെയിനിങ് ഡിവിഷൻ 2nd ഫ്ലോർ GSD കോംപ്ലക്സ്. ഇതിൻ്റെ വെന്യൂ കൊടുത്തിട്ടുണ്ട്. താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇനി ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ആ ഒരു ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം. പിന്നെ വരുന്നത് ഗോവയിലേക്ക് വേണ്ടിയിട്ട് ഗോവ സ്റ്റേഷനിൽ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് 82 ഒഴിവുകളുണ്ട്. 16/10 17/10 ഇൻ്റർവ്യൂ നടക്കുന്നത്. റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവ് 3 വേക്കൻസി 16/10 17/10. ഗോവയിലേക്ക് പിന്നെ യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാമ്പ് ഡ്രൈവർ 3 വേക്കൻസി, അതിലും 16/10 17/10 ഇൻ്റർവ്യൂ. പിന്നെ ഹാൻഡിമാൻ 40 വേക്കൻസി 16/10 17/10 ഇൻ്റർവ്യൂ വരുന്നത്. അതിലേക്ക് വന്നിരിക്കുന്ന വെന്യൂ ദ ഫ്ലോറ ഗ്രാൻഡ് നിയർ വാഡൻലേക്ക് ഓപ്പോസിറ്റ് റേഡിയോ മുണ്ടേൽ വാസ്കോഡ് ഗാമ ഗോവ 403802 നമ്പറിൽ എന്ന പിൻകോഡിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അണ്ടർ 10+2+3 അഥവാ റെഗുലർ ആയിട്ടുള്ള ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കാം. ഇനി ഗ്രാജുവേഷനോട് കൂടി നിങ്ങൾക്ക് പ്രിഫറൻസ് നൽകുന്നത് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിങ്ങൾ IAT അങ്ങനത്തെ എയർപോർട്ട് കോഴ്സുകൾ ഏതെങ്കിലും ഡിപ്ലോമ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും. അതുപോലെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും വേണം. പിന്നെ ഗുഡ് കമാൻഡ് ഓവർ സ്പോക്കൺ ആൻഡ് റിട്ടൺ ഇംഗ്ലീഷ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓഫ് ഹിന്ദി. പിന്നെ 21,300 ആയിരിക്കും മന്ത്ലി റെമ്യൂറേഷൻ ലഭിക്കുക. ജനറൽ വിഭാഗത്തിന് 28 വയസ്സും OBCക്ക് 31 SC/STക്ക് 33 വയസ്സുമാണ് ഇതിൽ അപ്പർ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഗ്രാജുവേറ്റ് തന്നെയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത്. സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അതിലേക്കും 19,350 രൂപയായിരിക്കും ഗോവയിലേക്ക്. അതിൽ ജനറൽ 28, 31, 33 അങ്ങനെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് കാര്യങ്ങൾ വരുന്നത്. ഇനി റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്രൊഡക്ഷൻ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഒരു ഡിപ്ലോമ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ITI NCVT 3 വർഷത്തെ ITI ഉണ്ടായിരിക്കുക. ആൻഡ് വാലിഡ് ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 19,350 രൂപയായിരിക്കും മന്ത്ലി സാലറി. 28 വയസ്സാണ് ഏജ് ലിമിറ്റ് ജനറൽ. OBC 31, SC/ST 33 അങ്ങനെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാമ്പ് ഡ്രൈവർ പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക, മസ്റ്റ് ഹാവ് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. മസ്റ്റ് ക്യാരി ഒറിജിനൽ വാലിഡ് HMV ഡ്രൈവിംഗ് ലൈസൻസ് ദാറ്റ് ടൈം അപ്പിയറിംഗ് ഫോർ ട്രേഡ് ടെസ്റ്റ്. അപ്പോൾ 10ാം ക്ലാസ് പാസ്സായിരിക്കുക. ട്രേഡ് ടെസ്റ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഒറിജിനൽ HMV ഡ്രൈവിംഗ് ലൈസൻസ് വേണം, ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്. 16,350 ആയിരിക്കും മന്ത്ലി ലഭിക്കുന്ന സാലറി. ജനറൽ 28, OBC 31, SC/ST 33 ഏജ് ലിമിറ്റ് അങ്ങനെ ആയിരിക്കും. ഇതിൻ്റെ വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാൻഡിമാൻ ആണ്. ഹാൻഡിമാൻക്ക് SSC 10 അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റീഡ് ചെയ്യാനും അതുപോലെ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് മസ്റ്റ് ബി ഏബിൾ ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. 14,610 ഇതിലേക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടി ആയിരിക്കും. ഹാൻഡിമാൻ എന്ന് പറഞ്ഞാൽ ലഗേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്ന ഡ്യൂട്ടി ആയിരിക്കും. അതുപോലെ നോളജ് ഓഫ് ലോക്കൽ ആൻഡ് ഹിന്ദി ലാംഗ്വേജ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്പീക്ക് ഇസ് ഡിസേബിൾ.
അതിലേക്കും 28 വയസ്സാണ് ജനറൽ, 31 OBC, SC/ST ആണെങ്കിൽ 33. അതിൻ്റെ ഓരോന്നിൻ്റെയും ജോബ് നേച്ചർ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കണക്കാക്കുന്നത് 1 ഒക്ടോബർ 2022 കണക്കാക്കിയിട്ടായിരിക്കും ഇതിൻ്റെ ജോബ് ക്വാളിഫിക്കേഷൻ കണക്കാക്കുന്നത്. അതിന് മുമ്പ് ആ ഒരു 1 ഒക്ടോബർ 2022 മുമ്പ് നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ജോബിന് ക്വാളിഫിക്കേഷൻ നേടിയിരിക്കണം. സെലക്ഷൻ പ്രൊസീജിയർ കസ്റ്റമർ ഏജൻ്റ് ആണെങ്കിൽ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, റാമ്പ് സർവീസ് ഏജൻ്റ് ആണെങ്കിൽ ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഹാൻഡിമാൻ ആണെങ്കിൽ ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റും അതുപോലെ സ്ക്രീനിങ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക. വാക്കിൻ ഇൻ്റർവ്യൂ നിങ്ങൾ ഇതിൽ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നുണ്ട്, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അതിനുശേഷം ഇതിൽ പറഞ്ഞിരിക്കുന്നത് 500 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റുമായിട്ട് വേണം പോകാൻ. മുംബൈയിൽ മാറാവുന്ന. ഇനി ഫീസ് അടക്കേണ്ടതില്ല. എക്സർവീസ്മാൻ കാൻഡിഡേറ്റ്സിനും SC/ST കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കും ആപ്ലിക്കേഷൻ ഫീസ് അടക്കേണ്ടതില്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ്, ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. മറ്റു കാര്യങ്ങളൊക്കെ താഴെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കൂടുതൽ അറിയാൻ വേണ്ടി ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്തപ്പോൾ തന്നെ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.